വിശദമായ വാർത്തകളിലേക്ക്. എം.വി. ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി പി.വി. അൻവർ എം.എൽ.എ. പരാതി പാർട്ടിക്ക് കൈമാറി. ആരോപണങ്ങൾ പോലീസിലെ ലോബിക്കെതിരായ വിപ്ലവമെന്ന് അൻവർ പറഞ്ഞു. കീഴടങ്ങിയിട്ടില്ലെന്നും അൻവർ വിശദീകരിച്ചു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ എം.വി. ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തു വന്നിരിക്കുകയാണ് പി.വി. അൻവർ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയതിന് പിന്നാലെ അതേ പരാതിയുടെ പകർപ്പ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് നൽകിയതിന് ശേഷമാണ് പി.വി. അൻവർ എം.എൽ.എ. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഏകദേശം 20 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയാണ്, 20 മിനിറ്റിലധികം നേരം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ സർക്കാരിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നിലയ്ക്കുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രി എടുക്കും. തുടർന്ന് പാർട്ടി അത്തരത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നതിനും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി കൂടിയാണ് പാർട്ടിയെ കൂടി ഈ പരാതി ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ. അറിയിച്ചിരിക്കുന്നത്. അത് അൻവർ എം.എൽ.എ. പ്രധാനമായും പറയുന്ന ഒരു കാര്യം, തന്നെ മാധ്യമങ്ങൾ ഇന്നലെ എലിയായി പോയി അല്ലെങ്കിൽ എലിയായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു എന്നടക്കം പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എലി അത്ര ചെറിയ ജീവി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം തുടങ്ങിയത്. അതുപോലെ തന്നെ ADGPയെ മാറ്റേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മാറ്റണം എന്ന തരത്തിലുള്ള അഭിപ്രായം താൻ പറഞ്ഞിട്ടില്ല, താൻ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് പി.വി. അൻവർ എം.എൽ.എ. പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം, അതായത് 1-ാം തീയതിയും 2-ാം തീയതിയും അദ്ദേഹം മാധ്യമങ്ങളുമായി തമ്മിൽ നടത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാർ ഒരു ക്രിമിനലാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ്, അദ്ദേഹം ആ സർവീസിൽ തുടരാൻ യോഗ്യനല്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും അദ്ദേഹത്തെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു ആവശ്യം താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് പി.വി. അൻവർ എം.എൽ.എ. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലും വലിയ ഒരു തൃപ്തി പി.വി. അൻവർ എം.എൽ.എക്ക് ഇല്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരാതി സർക്കാരിന് നൽകിയിട്ടുണ്ട്, തുടർ നടപടികളൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും ആ ഒരു അന്വേഷണത്തിലും വലിയ രീതിയിലുള്ള ഒരു തൃപ്തി, ഒരു ആശ്വാസം പി.വി. അൻവർ എം.എൽ.എക്ക് ഇല്ല. ഈ ഒരു അന്വേഷണത്തിൽ ADGPയെ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിലനിർത്താം എന്നൊരു ആവശ്യം, അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തുടർ നടപടികളുമായിട്ട് താൻ മുന്നോട്ട് പോകും. മറ്റ് ഒരു വശം ഇതിനുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് താൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്ന സമയത്ത് പല തെളിവുകളും, ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ, വാട്സപ്പ് വോയിസ് മെസ്സേജുകൾ ഉൾപ്പെടെയുള്ള പല തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ് അത്തരത്തിൽ പ്രതികരണം നടത്തിയ പി.വി. അൻവർ എം.എൽ.എ. ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, തന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള തെളിവുകളൊന്നുമില്ല, തെളിവുകളിലേക്ക് എത്താവും കഴിയുന്ന ചില സൂചനകൾ മാത്രമാണ് തന്റെ പക്കൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സമയത്തും രേഖാപൂർവ്വമുള്ള ഒരു പരാതി മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. തെളിവുകൾ സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ തെളിവുകളൊന്നും കൈമാറിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നും അത്തരത്തിലൊരു പ്രതികരണം പി.വി. അൻവർ എം.എൽ.എ. നടത്തുന്നുണ്ട്. അതായത് തന്റെ പക്കൽ തെളിവുകളൊന്നുമില്ല, തെളിവുകളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് തനിക്കുള്ളത് എന്നാണ് പി.വി. അൻവർ എം.എൽ.എ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ 2-ാം തീയതി 3-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി നടത്തിയ വലിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രത്തോളം ഒരു പവർ ഇന്നലെ പ്രതികരിക്കുമ്പോഴും ഇന്നിപ്പോൾ പ്രതികരണം നടത്തുമ്പോഴും പി.വി. അൻവർ എം.എൽ.എയുടെ നിലപാടുകളിൽ കാണാൻ കഴിയുന്നില്ല എന്നത് ഏറെ പ്രസക്തമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആരോപണങ്ങളിൽ ഒരു അയവ് പി.വി. അൻവർ എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ പാർട്ടിയെ കാര്യങ്ങൾ ബോധിപ്പിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴും എടുത്ത നിലപാടുകളിൽ ചിലതിൽ വലിയ മാറ്റങ്ങൾ പി.വി. അൻവർ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പി. ശശിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ മേലും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം പി.വി. അൻവർ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും കൃത്യമായിട്ടൊരു മറുപടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതികരണമായിട്ട് പി.വി. അൻവർ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും രാവിലെ പാർട്ടിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് രേഖാപൂർവ്വമുള്ള പരാതി കൈമാറിയതിനു ശേഷം പി.വി. അൻവർ എം.എൽ.എ. ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയാകും. CPM വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ പി.വി. അൻവറിന്റെ ആരോപണങ്ങളിൽ അയവ് വന്നതിൽ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ പാർട്ടിക്കും വലിയ പങ്കുണ്ട് എന്ന് തന്നെ കരുതാം, അല്ലേ സൂര്യ?
തീർച്ചയായിട്ടും ഇന്നലെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് തന്നെ PV അൻവർ MLA അനുനയിപ്പിച്ച് നീക്കാനുള്ള അല്ലെങ്കിൽ ആരോപണങ്ങളിൽ നിന്ന് PV അൻവർ MLA മാറ്റി നിർത്താനുള്ള ഇനി അത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് ഉന്നയിച്ച് രംഗത്ത് വരാതിരിക്കാനുള്ള നടപടികൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചർച്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിന് ഒട്ടും വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ അത് ഒട്ടും മാറാത്ത രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് PV അൻവർ MLA മുഖ്യമന്ത്രിയെ കണ്ട് വന്നതിന് ശേഷവും നൽകിയിട്ടുണ്ടായിരുന്നത്. തീർത്തും അയഞ്ഞ മട്ടിലുള്ള പരാമർശങ്ങളാണ് അല്ലെങ്കിൽ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അടക്കം എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ആകെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണം എന്ന കാര്യം മാത്രമാണ് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. സഖാവെന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്തം അത് താൻ നിറവേറ്റി. ഇനി തനിക്ക് CPM സെക്രട്ടറിക്കും കൂടി ആ ഒരു പരാതി നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം തനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല, തന്റെ ചുമതല ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതികരണം അവസാനിപ്പിച്ചത്. എന്തായാലും ഇന്ന് CPM സെക്രട്ടറിക്ക് കൂടി ആ പരാതി കൈമാറിയത് കൂടി തന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് PV അൻവർ MLA ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ PV അൻവറിന്റെ ആരോപണത്തിൽ DGP നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗവും ഇന്ന് തന്നെയായിരിക്കും. ആ ഒരു യോഗം വളരെ നിർണായകം തന്നെയായിരിക്കും അല്ലേ? ഇന്നലെ മുഖ്യമന്ത്രിക്ക് PV അൻവർ MLA നൽകിയ പരാതി അത് ഈ ഒരു അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്നിപ്പോൾ ചേർന്ന ആദ്യ യോഗത്തിൽ PV അൻവർ MLA പരാതി പരിശോധിക്കും. അതുപോലെ തന്നെ ADGP MR അജിത് കുമാറും തന്റെ നിലയ്ക്കൊരു പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ഇത്തരത്തിൽ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ മേൽ DGP മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നതാണ് അജിത് കുമാർ നൽകിയിരിക്കുന്ന ഒരു പരാതി. അതും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ ഈ രണ്ട് പരാതികളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുക, അന്വേഷിക്കുക. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചുള്ള അന്വേഷണവും നടപടികളുമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ശരി, എന്തായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.